നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്യുന്നു. 2 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ജീവിക്കുന്നത് അവസാന നാളുകളിലാണ് എന്നാണ്. ഈ ദിവസങ്ങളിൽ ലോകത്തിൽ വഞ്ചകന്മാർ ഉണ്ടാകുമെന്നും അവർ നമ്മെ ഭൗതിക ജീവിതത്തിലേക്ക് വലിച്ചഴയ്ക്കുമെന്നും വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്നു. ലൗകിക ജഡിക ആസക്തികളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അവൻ്റെ വരവിൻ്റെ വാഗ്ദാനം എവിടെ എന്ന് ചോദിക്കുന്നവരെയും നാം ശ്രദ്ധിക്കരുത്. പലരും ചിന്തിക്കുന്നത് ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ കാലതാമസം വരുത്തുന്നു എന്നാണ്. എന്നാൽ അവിടുന്ന് കാലതാമസം വരുത്തുകയല്ല, മറിച്ച് അവിടുന്ന് പാപികളായ നമ്മോട് ക്ഷമ കാണിക്കുകയാണ്. തൻ്റെ മക്കളിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഈ ക്ഷമയെ നാം നിസ്സാരവൽക്കരിക്കരുത്, ഒട്ടും നിസ്സാരമായി കാണരുത്. നമ്മുടെ ലൗകികമായ ആസക്തികളിലും ജഡമോഹങ്ങളിലും അഹങ്കാരത്തിലും തുടർന്നും ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. വരാനിരിക്കുന്ന ന്യായവിധിയെയും സകലതും ചുട്ടുനശിക്കാൻ പോകുന്ന ആ ഭയങ്കരമായ ദിവസത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം, ബോധവതികളായിരിക്കണം. ആ ദിവസം തീർച്ചയായും ഒരു കള്ളനെ പോലെ വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ക്ഷമയെ നാം പാഴാക്കരുത്. മാനസാന്തരപ്പെട്ട് വിശുദ്ധിയും ഭക്തിയുമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഈ നിമിഷം തന്നെ തീരുമാനമെടുത്ത് അതിനായി പരിശ്രമിക്കാം. കർത്താവിൻ്റെ വരവിനായി നന്നായി ഒരുങ്ങി നമ്മുടെ ജീവിതം അവിടുത്തേക്ക് മാത്രം പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മുടെ ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.